കാടിന്റെ ഹൃദയത്തിലൂടെ ഒഴുകിയിരുന്ന ആ പുഴ അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. ഓരോ ദിവസവും അവിടെ ആഘോഷമായിരുന്നു. എന്നാൽ ആ സന്തോഷം അധികനാൾ നീണ്ടുനിന്നില്ല. പെട്ടെന്നൊരു ദിവസം ആ പുഴ നിശ്ചലമായി. ദാഹവും നിരാശയും എല്ലായിടത്തും പടർന്നു. അയ്യോ, നമ്മുടെ പുഴ വറ്റിപ്പോയല്ലോ. ദൈവമേ, നമ്മളിനി എന്ത് ചെയ്യും? ഇതെന്തോ പന്തികേടുണ്ടല്ലോ. ഇതൊരിക്കലും സ്വാഭാവികമായി സംഭവിക്കുന്നതല്ല. ഇതിന്റെ കാരണം അറിയണം. നമുക്ക് ഡിറ്റക്റ്റീവ് ഷെർവിനെ ഒന്ന് വിളിച്ചാലോ? വിവരങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു. ഇനി ആരും ആശങ്കപ്പെടേണ്ട. ഈ കേസ് ഇപ്പോൾ എന്റെ കയ്യിലാണ്. മൂപ്പ, നിങ്ങളുടെ ഊഹത്തിൽ ആരെങ്കിലും ഇതിന് പിന്നിലുണ്ടോ? കയ്യോടെ തെളിവൊന്നുമില്ല ഷെർവിൻ. പക്ഷേ വേലപ്പന്റെ പുതിയ അണക്കെട്ടാണ് പ്രശ്നമെന്ന് പലരും പറയുന്നുണ്ട്. ഒരുപക്ഷെ അത് ഒഴുക്ക് തടഞ്ഞതാവാം. ആളുകൾ പറയുന്നത് മാത്രം വെച്ച് ഒരു നിഗമനത്തിലെത്താൻ പറ്റില്ല. ഇവിടെയൊന്ന് വിശദമായി പരിശോധിക്കണം. എന്തെങ്കിലും തുമ്പ് കാണാതിരിക്കില്ല. വേളപ്പന്റെ പല്ലിന്റെ പാടല്ലേ ഇത്? അപ്പോൾ മൂപ്പൻ സംശയിച്ചതുപോലെ അവൻ തന്നെയാണോ കുറ്റവാളി? പക്ഷെ എന്തോ ഒരു പൊരുത്തക്കേടുണ്ട്. എന്തായാലും അവനെ ഒന്ന് ചോദ്യം ചെയ്യാം. തള്ളേ, ഇങ്ങോട്ടു തന്നെ. വേലപ്പ, ഈ പുഴ വറ്റിയതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നത്. പല വിരലുകളും നിങ്ങളുടെ അണക്കെട്ടിന് നേരെയാണ് നീളുന്നത്. ദൈവത്തെയാണ്, ഞാനല്ല. എന്നോട് ചോദിച്ചിട്ട് ഒരു കാര്യവുമില്ല. പുഴയുടെ ഒഴുക്ക് നിന്നത് ഇവിടെ എത്തിയിട്ടല്ല. അതിന്റെ തുടക്കത്തിൽ തന്നെയാണ് പ്രശ്നം. മുകളിൽ എവിടെയാണ്? എന്നെ വിശ്വസിക്കൂ, ഞാനൊന്നും ചെയ്തിട്ടില്ല. സത്യമായിട്ടും ഞാനല്ല. ഈ പുഴ ഇങ്ങനെയായത് ഇവിടെ നിന്നല്ല. പ്രശ്നത്തിന്റെ ഉറവിടം മുകളിലാണ്. അവിടെ പോയി നോക്കൂ. ഒരു നല്ല ഡിറ്റക്റ്റീവ് ആദ്യത്തെ തുമ്പിൽ തൃപ്തനാകരുത്. ഇവൻ നിരപരാധിയാണെന്ന് തോന്നുന്നു. ഒന്നുകൂടെ ചുറ്റി നടന്നു പരിശോധിക്കാം. ഇത് വല്ലാതെ കുഴപ്പിക്കുന്ന കേസാണല്ലോ. അതെന്താണാവോ ഇത്? സാധാരണ കല്ലുപോലെ അല്ല. ഒരു നേരിയ ശബ്ദം. എന്തോ ഒരു ചെറിയ മൂളൽ പോലെ. വെളിച്ചത്തിൽ ഇത് നീല നിറത്തിൽ തിളങ്ങുന്നുണ്ടല്ലോ. ഈ ശബ്ദം എവിടെ നിന്നാണ് വരുന്നത്? ഈ കല്ല്, ഈ ശബ്ദം, അതായത് യഥാർത്ഥ രഹസ്യം ഇതാണ്. ആ മരക്കഷ്ണമല്ല. മൂപ്പാ, ഇതൊന്നു നോക്കൂ. ഈ കല്ലിനകത്ത് നിന്നൊരു നേർത്ത മുഴക്കമുണ്ട്. പുഴയുടെ ഉറവിടം ലക്ഷ്യം വെച്ചാണ് ആ ശബ്ദം വരുന്നത് പോലെ. എനിക്ക് അങ്ങോട്ട് പോയേ പറ്റൂ. അങ്ങോട്ടോ? പക്ഷെ ഷെർവിൻ, അങ്ങോട്ടാരും പോകാറില്ല. കുത്തനെയുള്ള കയറ്റവും വഴുക്കുന്ന പാറകളുമാണ്. നീ തനിച്ചു പോകുന്നത് അത് വേണോ? പേടിക്കണ്ട. ഈ ശബ്ദം കുറച്ച് ഭീകരമായി തോന്നുന്നുണ്ടല്ലോ. ദൈവമേ, ഇതെന്തൊരു സ്ഥലമാണ്! ഒരു മലയുടെ ഉള്ളിൽ ഇങ്ങനെയൊരു നിർമ്മിതിയോ? ഒരു പുഴയെ മുഴുവൻ നിയന്ത്രിക്കാൻ മാത്രം ശക്തിയുള്ള ഒരു ഭീമൻ യന്ത്രം. പക്ഷേ ആരാണിത് നിർമ്മിച്ചത്? ആരാണിപ്പോഴും ഇത് പ്രവർത്തിപ്പിക്കുന്നത്? ഗൗരി അമ്മൂമ്മേ, നിങ്ങളെങ്ങനെ ഇവിടെ എത്തി? നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു ഷെർവിൻ. അമ്മൂമ്മേ, ഇതെല്ലാം എന്തിനായിരുന്നു? ഈ പുഴയുടെ ഒഴുക്ക് തടഞ്ഞത് എന്തിനാണ്? ഈ പുസ്തകം പറയുന്നത്
ഒരു കഥയല്ല, മുന്നറിയിപ്പാണ് ഷെർവിൻ. ഓരോ 100 വർഷത്തിലും ഈ കാടിനെ ഇല്ലാതാക്കാൻ ഒരു മഹാവരൾച്ച വരും. ഞാൻ പുഴയെ തടയുകയായിരുന്നില്ല, ആ വലിയ ആപത്തിനായി നമ്മളെ ഒരുക്കുകയായിരുന്നു. ഈ അറകളിലേക്ക് വെള്ളം തിരിച്ചുവിട്ട് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ നോക്കുകയായിരുന്നു. അപ്പോൾ ഇതൊരു കുറ്റകൃത്യമായിരുന്നില്ലല്ലേ? തുടക്കം മുതലേ ഇതൊരു രക്ഷാപ്രവർത്തനമായിരുന്നു. കൂട്ടുകാരെ, കേൾക്കൂ. നമ്മളെല്ലാവരും തെറ്റിദ്ധരിക്കപ്പെട്ടു. വേലപ്പൻ ബീവർ നിരപരാധിയാണ്. ഗൗരി അമ്മൂമ്മ ഒരു വലിയ വിപത്തിൽ നിന്ന് നമ്മളെ കാക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇനി വേണ്ടത് സംശയമല്ല, ഒരുമയാണ്. നമ്മളെല്ലാവരും ചേർന്ന് അവരെ സഹായിക്കണം. അങ്ങനെ ഭയത്തിനു പകരം അവരൊരുമിച്ചു. അറിവും കഠിനാധ്വാനവും ചേർന്നപ്പോൾ ഏതു പ്രതിസന്ധിയെയും അവർക്ക് നേരിടാമെന്നായി. അതായിരുന്നു അവരുടെ യഥാർത്ഥ വിജയം. പുഴ വീണ്ടും ഒഴുകിത്തുടങ്ങി. കാട് പഴയതുപോലെയായി. പക്ഷേ ഓരോ ഒഴുക്കും പുതിയ കഥകൾ കൊണ്ടുവരും. ആ കഥകൾ കേൾക്കാൻ ഒരു ഡിറ്റക്റ്റീവ് എപ്പോഴും ഇവിടെയുണ്ടാകും.